ഏവർക്കും ലേൺസിയോയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി അടുത്തതായിട്ട് മന്നത്ത് പത്മനാഭനെ കുറിച്ചാണ് പഠിക്കുന്നത്. മത്സര പരീക്ഷകളിൽ സ്ഥിരം ചോദിച്ചു വരുന്ന ഒരു ഭാഗമാണ് കേരള നവോത്ഥാനത്തെക്കുറിച്ച്. അതുകൊണ്ട് ആ ഒരു മാർക്ക് നഷ്ടപ്പെടുത്താതെ നോക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. നിങ്ങൾ ഈ ക്ലാസ് പഠിച്ചു കഴിഞ്ഞു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അത് കാണുമ്പോൾ കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് അതൊരു പ്രചോദനമാണ്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ മന്നത്ത് പത്മനാഭനെ കുറിച്ച് ഒരു കഥ പോലെ പറഞ്ഞു പോവുകയാണ്. അതിനുശേഷമായിരിക്കും നമ്മൾ ചോദ്യോത്തരങ്ങൾ നോക്കുന്നത്. 1878 ജനുവരി 2 കോട്ടയം ജില്ലയിലെ പെരുന്ന എന്ന കൊച്ചു ഗ്രാമത്തിലാണ് മന്നത്ത് പത്മനാഭൻ ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ പഠിക്കാൻ മിടുക്കനായിരുന്ന അദ്ദേഹം അധ്യാപകനായും പിന്നീട് അഭിഭാഷകനായും ജോലി ചെയ്തു. എന്നാൽ സ്വന്തം ജീവിതം മെച്ചപ്പെടുത്തുന്നതിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. അക്കാലത്ത് സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വിവേചനവും അനാചാരങ്ങളും അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. നമ്മുടെ കേരളത്തിലെ നായർ സമുദായം പല കാരണങ്ങൾ കൊണ്ടും പിന്നോട്ടു പോവുകയായിരുന്നു. ഇത് കണ്ടപ്പോൾ മന്നത്തിൻ്റെ മനസ്സിൽ ഒരു ആശയം ഉദിച്ചു. എല്ലാവരെയും ഒരുമിപ്പിച്ച് ഒരു സംഘടന ഉണ്ടാക്കണം. അങ്ങനെയാണ് 1914 നായർ ഭൃത്യജന സംഘം എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകിയത്. പിന്നീട് ഇതിൻ്റെ പേര് നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ NSS എന്നാക്കി മാറ്റി. ഈ സംഘടനയുടെ ആദ്യ പ്രസിഡന്റ് K. കേളപ്പനായിരുന്നു. എന്നാൽ മന്നത്ത് പത്മനാഭനാണ് ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ ജനറൽ സെക്രട്ടറിയായി സംഘടനയെ നയിച്ചത്. NSSനെ വളർത്താൻ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു. വീടുകൾ തോറും കയറിയിറങ്ങി സംഭാവനകൾ പിരിച്ചു. അങ്ങനെയാണ് NSSന് വേണ്ടി സ്വന്തമായി ഒരു ആസ്ഥാനം ഉണ്ടാക്കിയത്. ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലുള്ള ആസ്ഥാനം നായർ സർവീസ് സൊസൈറ്റിയുടെ മന്നം സമാധി കൂടിയാണ്. സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. താലൂക്ക് യൂണിയനുകളും കരയോഗങ്ങളും ഉണ്ടാക്കി. അതുപോലെ സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, ഹോസ്റ്റലുകൾ എന്നിവയും തുടങ്ങി. അയിത്തം പോലുള്ള അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ശക്തമായി പോരാടി. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നടന്ന സമരങ്ങളിലും അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു. 1924 വൈക്കം സത്യാഗ്രഹം, 1931 ഗുരുവായൂർ സത്യാഗ്രഹം, അതുപോലെ ഉപ്പ് സത്യാഗ്രഹം എന്നിവയിലെല്ലാം അദ്ദേഹം പങ്കെടുത്തു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതിന് ജയിൽവാസവും അനുഭവിച്ചു. കേരളം എന്നൊരു സംസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയും അദ്ദേഹം പ്രവർത്തിച്ചു. അപ്പം കേരളം എന്നൊരു സംസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയും മന്നത്ത് പത്മനാഭൻ പ്രവർത്തിച്ചു. 1959 അന്നത്തെ EMS സർക്കാരിനെതിരെ നടന്ന വിമോചന സമരത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയത് കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന സംഭവമാണ്. സമൂഹത്തിനും രാജ്യത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. 1970 ഫെബ്രുവരി 25 92 വയസ്സിൽ അദ്ദേഹം നമ്മെ വിട്ടുപോയി. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. മന്നത്ത് പത്മനാഭൻ ജനിച്ച വർഷം 1978 ജനുവരി 2 എന്നാണ്. 1878 ജനുവരി 2 അപ്പം മന്നത്ത് പത്മനാഭൻ ജനിച്ചതെന്നാണ് 1878 ജനുവരി 2 മന്നം ജയന്തി. അപ്പം എന്നായിരിക്കും? ജനുവരി 2 അപ്പം മന്നത്ത് പത്മനാഭൻ ജനിച്ച വർഷം 1878 ജനുവരി 2 എവിടെയാണ് ജനിച്ചത്? കോട്ടയം ജില്ലയിലെ പെരുന്ന എന്ന സ്ഥലത്താണ്. അപ്പൊ കോട്ടയം ജില്ലയിലെ പെരുന്നയിൽ 1878 ജനുവരി 2 ആര് ജനിക്കുന്നു? മന്നത്ത് പത്മനാഭൻ ജനിക്കുന്നു. മരണം 1970 ഫെബ്രുവരി 25 അപ്പൊ 1970 ഫെബ്രുവരി 25 മരണം. അച്ഛൻ്റെ പേര് ഈശ്വരൻ നമ്പൂതിരി. അമ്മ ആരാണ്? പാർവതി അമ്മ. അപ്പൊ അച്ഛൻ ഈശ്വരൻ നമ്പൂതിരി, അമ്മ പാർവതി അമ്മ. ഭാര്യയായപ്പോഴോ തോട്ടക്കാട് മാധവി അമ്മ. എന്താണ് പ്രത്യേകത? കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് ആര്? തോട്ടക്കാട് മാധവി അമ്മ. അപ്പൊ മന്നത്ത് പത്മനാഭൻ ജനിച്ചതെന്നാണ്
1878 ജനുവരി 2 കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് ജനിച്ചത്. മരണം 1970 ഫെബ്രുവരി 25 അച്ഛൻ്റെ പേരെന്തായിരുന്നു? ഈശ്വരൻ നമ്പൂതിരിയാണ്. മാതാവ് ചോദിച്ചാൽ പാർവതി അമ്മയാണ്. ഭാര്യ ആരാണ്? തോട്ടക്കാട് മാധവി അമ്മയാണ്. എന്താണ് പ്രത്യേകത ഭാര്യയുടേത്? കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് ആര്? തോട്ടക്കാട് മാധവി അമ്മ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടിരുന്നത് മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ മന്നത്ത് പത്മനാഭനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. ആരാണ്? സർദാർ KM പണിക്കരാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതും ആര് തന്നെയാണ്? സർദാർ KM പണിക്കരാണ്. അപ്പൊ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. ഇങ്ങനെ മന്നത്തിനെ വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. മന്നത്ത് പത്മനാഭന്റെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സംഘടനയാണ് NSS അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റി. NSSന്റെ ആസ്ഥാനം എവിടെയാണ്? പെരുന്ന തന്നെയാണ്. NSSന്റെ ആസ്ഥാനം എവിടെയാണ്? പെരുന്നയാണ്. NSSന്റെ മുഖപത്രം ചോദിച്ചാൽ സർവീസ് ആണ്. അപ്പൊ സർവീസ് എന്തിന്റെ മുഖപത്രമാണ്? NSSന്റെ മുഖപത്രമാണ്. സർവീസ് മുഖപത്രം ആരംഭിച്ച സ്ഥലം ചോദിച്ചാൽ കറുകച്ചാലിലാണ്. എവിടെ നിന്നാണ്? കറുകച്ചാലിൽ നിന്നാണ് സർവീസ് മുഖപത്രം ആരംഭിച്ചത്. സർവീസ് എന്തിന്റെ മുഖപത്രമാണ്? NSSന്റെ മുഖപത്രമാണ്. NSSന്റെ ആദ്യ പ്രസിഡന്റ് ചോദിച്ചാൽ K കേളപ്പനാണ്. ആരായിരുന്നു NSSന്റെ ആദ്യ പ്രസിഡന്റ്? K കേളപ്പനാണ്. അപ്പൊ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടിരുന്നത് മന്നത്ത് പത്മനാഭനാണ്. ഇങ്ങനെ വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. മന്നത്ത് പത്മനാഭന്റെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ടതാണ് NSS. NSSന്റെ ആസ്ഥാനം എവിടെയാണ്? പെരുന്നയാണ്. NSSന്റെ മുഖപത്രം ചോദിച്ചാൽ സർവീസ് ആണ്. സർവീസ് മുഖപത്രം ആരംഭിച്ച സ്ഥലം എവിടെയാണ്? കറുകച്ചാലാണ്. NSSന്റെ ആദ്യ പ്രസിഡന്റ് ചോദിച്ചാൽ K കേളപ്പനാണ്. NSSന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? K കേളപ്പനാണ്. NSSന്റെ ആദ്യ സെക്രട്ടറി ആണ് ആര്? മന്നത്ത് പത്മനാഭൻ. അത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. NSSന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? K കേളപ്പനാണ്. NSSന്റെ ആദ്യ സെക്രട്ടറി ആണ് ആര്? മന്നത്ത് പത്മനാഭൻ. NSSന്റെ ആദ്യ ട്രഷറർ ചോദിച്ചാൽ പനങ്ങോട്ട് കേശവ പണിക്കരാണ്. അപ്പൊ NSSന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? K കേളപ്പനാണ്. ആദ്യ സെക്രട്ടറി ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ്. NSSന്റെ ആദ്യ ട്രഷറർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പനങ്ങോട്ട് കേശവ പണിക്കരാണ്. നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത് എന്നാണെന്ന് ചോദിച്ചാൽ 1914 ഒക്ടോബർ 31. 1914 ഒക്ടോബർ 31 നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത് അല്ലെങ്കിൽ NSS രൂപം കൊണ്ടത് ഏത് പേരിലായിരുന്നു എന്ന് ചോദിച്ചാൽ നായർ ഭൃത്യജന സംഘം. നായർ ഭൃത്യജന സംഘം എന്ന പേരിലാണ് NSS 1914 ഒക്ടോബർ 31 രൂപം കൊണ്ടത്. അതിന്റെ പേര് നായർ ഭൃത്യജന സംഘത്തിന്റെ പേര് നായർ സർവീസ് സൊസൈറ്റി എന്നായ വർഷം 1915 നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് പരമുപിള്ളയാണ്. അപ്പൊ NSS എന്ന പേര് നിർദ്ദേശിച്ചത് പരമുപിള്ളയാണ്. നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചതോ K കണ്ണൻ നായരാണ്. അപ്പൊ നായർ ഭൃത്യജന സംഘം എന്ന പേരിൽ 1914 ഒക്ടോബർ 31 NSS രൂപം കൊണ്ടത്. നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് K കണ്ണൻ നായരാണ്. അത് 1915 NSS എന്ന പേര് മാറ്റി NSS എന്ന പേര് നിർദ്ദേശിച്ചതാരാണ്? പരമപിള്ളയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് ഏത്? NSS. അപ്പൊ NSS ഏത് മാതൃകയിലാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ. അപ്പൊ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആരുടേതാണെന്ന് ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് ഇത് NSS. NSSന്റെ ആദ്യ കരയോഗം സ്ഥാപിതമായ സ്ഥലം തട്ടയാണ്. പന്തളത്തുള്ള തട്ടയിലാണ് NSSന്റെ ആദ്യ കരയോഗം സ്ഥാപിതമായത്. വർഷം ഒന്ന് ഓർത്തു വെക്കുക, 1929. അപ്പൊ 1929 പന്തളത്തുള്ള തട്ട എന്ന സ്ഥലത്താണ് NSSന്റെ ആദ്യ കരയോഗം സ്ഥാപിതമായത്. NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് കറുകച്ചാലിലാണ്. NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്?
കറുകച്ചാലിലാണ്. NSS സ്കൂളിന്റെ ആദ്യ ഹെഡ് മാസ്റ്റർ ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. NSS സ്കൂളിന്റെ ആദ്യ ഹെഡ് മാസ്റ്റർ ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. അപ്പൊ NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് കറുകച്ചാലിലാണ്. ആദ്യ ഹെഡ് മാസ്റ്റർ ആരായിരുന്നു? കെ കേളപ്പനാണ്. ആർ ശങ്കറിന്റെ സഹായത്തോടു കൂടി മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം. അപ്പൊ ഹിന്ദു മഹാമണ്ഡലം ആരൊക്കെ ചേർന്നാണ് സ്ഥാപിച്ചത്? ആർ ശങ്കറിന്റെ സഹായത്തോടു കൂടി മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച സംഘടനയാണ് ഏത്? ഹിന്ദു മഹാമണ്ഡലം. ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. അത് 1950 അപ്പൊ 1950 രൂപീകരിച്ച ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും കൂടി ചേർന്ന് രൂപീകരിച്ചതാണ്. അപ്പൊ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണേത്? NSS. NSSന്റെ ആദ്യ കരയോഗം സ്ഥാപിതമായ സ്ഥലം തട്ടയാണ്. പന്തളത്തുള്ള തട്ടയാണ്. ഏത് വർഷം? 1929 NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് കറുകച്ചാലാണ്. ആദ്യ ഹെഡ് മാസ്റ്റർ ആരാണ്? കെ കേളപ്പനാണ്. ആർ ശങ്കറിന്റെ സഹായത്തോടു കൂടി മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം. ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണിത് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. അതെന്നാണ്? 1950 വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖ ജാഥ നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1989. അപ്പൊ 1989 മന്നത്ത് പത്മനാഭനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്നത്. താലികെട്ട് കല്യാണം എന്ന ശൈശവ വിവാഹം നിർത്തലാക്കിയത് മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ താലികെട്ട് കല്യാണം എന്ന ശൈശവ വിവാഹം നിർത്തലാക്കിയതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. 1947 മുതുകുളം പ്രസംഗം നടത്തിയതും മന്നത്ത് പത്മനാഭനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 1947 മുതുകുളം പ്രസംഗം നടത്തിയത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ വർഷം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം വെച്ച് കണക്ട് ചെയ്ത് ഓർക്കുക. 1947 മുതുകുളം പ്രസംഗം നടത്തിയതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും ഭാരത കേസരി എന്ന ബഹുമതി ലഭിച്ച വർഷം 1959. അപ്പൊ മന്നത്ത് പത്മനാഭന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും ഭാരത കേസരി എന്ന ബഹുമതി ലഭിച്ച വർഷം എന്നാണ്? 1959. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനായിരുന്നു. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭനായിരുന്നു. അപ്പൊ വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖ ജാഥ നയിച്ചു. മന്നത്ത് പത്മനാഭനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് എന്ന് പുറത്തിറക്കി? 1989 പുറത്തിറക്കി. താലികെട്ട് കല്യാണം എന്ന ശൈശവ വിവാഹം നിർത്തലാക്കി. 1947 മുതുകുളം പ്രസംഗം നടത്തി. മന്നത്ത് പത്മനാഭന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും ഭാരത കേസരി എന്ന ബഹുമതി ലഭിച്ച വർഷം 1959. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണജാഥ നയിച്ചതും മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണജാഥ നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. 1959 EMS മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയതും ആര് തന്നെയാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ 1959 EMS മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയതും ആര് തന്നെയാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ INC അംഗമായ വർഷം എന്നാണ്? 1947. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായത് എന്നാണ്? 1947. ജനുവരി 2 പ്രത്യേകത എന്താണ്? മന്നം ജയന്തിയാണ്. നമ്മൾ ആദ്യം തന്നെ പഠിച്ചതാണ്. മന്നം ജയന്തി എന്നാണ്? ജനുവരി 2. ജനുവരി 2 മന്നം ജയന്തിയായി കേരള സർക്കാർ അംഗീകരിച്ചത് 2014. 2014 മുതലാണ് ജനുവരി 2 മന്നം ജയന്തിയായി കേരള സർക്കാർ അംഗീകരിച്ചത്.
എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റി ആണ് എന്ന് അഭിപ്രായപ്പെട്ടതും ആര് തന്നെയാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റി ആണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണജാഥ നയിച്ചു. 1959 EMS മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകി. മന്നത്ത് പത്മനാഭൻ 1947 INCയിൽ അംഗമായി. ജനുവരി 2 പ്രത്യേകത എന്താണ്? മന്നം ജയന്തിയാണ്. എന്ന് മുതലാണ് അംഗീകരിച്ചത്? 2014 മുതൽ എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റി ആണെന്ന് അഭിപ്രായപ്പെട്ടു. മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം 1921. 1921 മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്. എന്നാണ്? 1921. BBC-യിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഏക നവോത്ഥാന നായകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ. അപ്പൊ BBC-യിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഏക നവോത്ഥാന നായകനാണ്. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തോട് അനുബന്ധിച്ച് മുതുകുളം പ്രസംഗം നടത്തിയ നവോത്ഥാന നായകനും ആര് തന്നെയാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. അപ്പം എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. NSSന്റെ ഭവന സന്ദർശന വേളയിൽ പാടാനായി രചിച്ച പ്രാർത്ഥനാ ഗീതമാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. അപ്പൊ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗീതം NSSന്റെ ഭവന സന്ദർശന വേളയിൽ പാടാനായി രചിച്ചതാണ്. ഇത് രചിച്ചതാരാണ്? പന്തളം KP രാമൻ പിള്ളയാണ്. അപ്പൊ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗീതം രചിച്ചതാരാണ് അല്ലെങ്കിൽ എഴുതിയതാരാണ്? പന്തളം KP രാമൻ പിള്ളയാണ്. അപ്പൊ മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം 1921 BBC-യിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഏക നവോത്ഥാന നായകൻ. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തോട് അനുബന്ധിച്ച് മുതുകുളം പ്രസംഗം നടത്തി. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ എന്തായിരുന്നു? എൻ്റെ ജീവിത സ്മരണകളായിരുന്നു. NSSന്റെ ഭവന സന്ദർശന വേളയിൽ പാടാനായി രചിച്ച പ്രാർത്ഥനാ ഗീതമായിരുന്നു അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. അത് രചിച്ചതാരാണ്? പന്തളം KP രാമൻ പിള്ളയാണ്. സനാതന ധർമ്മം എന്ന മാസിക പ്രസിദ്ധീകരിച്ചത് NSS ആണ്. സനാതന ധർമ്മം എന്ന മാസിക പ്രസിദ്ധീകരിച്ചതാരാണ്? NSS ആണ്. മന്നത്ത് പത്മനാഭന് ലഭിച്ച പുരസ്കാരങ്ങൾ ഭാരത കേസരി 1959 ലഭിച്ചു. അതുപോലെ തന്നെ പത്മഭൂഷൺ 1966 ലഭിച്ചു. അപ്പൊ ഭാരത കേസരി എന്ന ബഹുമതി 1959 പത്മഭൂഷൺ എന്ന ബഹുമതി 1966 ലഭിച്ചു. ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ച വ്യക്തികളാണ് R. ശങ്കറും മന്നത്ത് പത്മനാഭനും. അപ്പൊ R. ശങ്കറും മന്നത്ത് പത്മനാഭനും കൂടി ചേർന്നാണ് ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചത്. മന്നത്ത് പത്മനാഭന്റെ കൃതികൾ നമുക്ക് നോക്കാം. എൻ്റെ ജീവിത സ്മരണകൾ അതെന്താണ്? എൻ്റെ ജീവിത സ്മരണകൾ ആത്മകഥയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ FMS യാത്ര, പഞ്ചകല്യാണി നിരൂപണം, അതുപോലെ തന്നെ സ്നേഹലത എന്നത് നോവലാണ്. അപ്പൊ മന്നത്ത് പത്മനാഭന്റെ കൃതികൾ ഏതൊക്കെയാണ്? എൻ്റെ ജീവിത സ്മരണകൾ, ഞങ്ങളുടെ FMS യാത്ര, പഞ്ചകല്യാണി നിരൂപണം, സ്നേഹലത എന്താണ്? നോവലാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണജാഥ എവിടം തൊട്ട് എവിടം വരെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു. 1924 അപ്പൊ വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണജാഥ നയിച്ചത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചതും ആര് തന്നെയാണ്? മന്നത്ത് പത്മനാഭനാണ്. BBC-യിൽ മലയാളത്തിൽ സംസാരിച്ചു. അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും മലയാളത്തിൽ പ്രസംഗിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റും ആര് തന്നെയായിരുന്നു? മന്നത്ത്
പത്മനാഭനായിരുന്നു. അപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭനായിരുന്നു. വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ച നവോത്ഥാന നായകനും ആര് തന്നെയാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പം വിമോചന സമരത്തിന്റെ ഭാഗമായി എവിടെ നിന്ന് എവിടം വരെ? അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ച നവോത്ഥാന നായകനും ആര് തന്നെയാണ്? മന്നത്ത് പത്മനാഭനാണ്. ഭാരത കേസരി, കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നൊക്കെ അറിയപ്പെട്ടതും ആര് തന്നെയാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്തിനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? സർദാർ KM പണിക്കരാണ്. നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അപ്പൊ എവിടെയാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ്. വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ചു. ഭാരത കേസരി, കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടു. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? സർദാർ KM പണിക്കരാണ്. വൈക്കം മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് റാണി ലക്ഷ്മിഭായിക്കാണ്. അന്നത്തെ രാജാവായിരുന്ന ഭരണാധികാരിയായിരുന്ന റാണി ലക്ഷ്മിഭായിക്കാണ് വൈക്കം മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. മന്നത്ത് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം എന്നായിരുന്നു? നമ്മൾ പഠിച്ചതാണ്. 1921 മന്നം തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം 1949. അപ്പൊ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മന്നത്ത് പത്മനാഭൻ അംഗമായത് എന്നാണ്? 1949. മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന സംഘടനയാണ് NSS. അപ്പൊ NSS എങ്ങനെയൊക്കെ ആയിരുന്നു അറിയപ്പെട്ടിരുന്നത്? മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്ന സംഘടന ഏതാണ്? NSS ആണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണേത്? NSS. അതും നമ്മൾ മുമ്പ് പഠിച്ചതാണ്. NSS രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്നാണെന്ന് ചോദിച്ചാൽ 1925. അപ്പൊ വൈക്കം മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? റാണി ലക്ഷ്മിഭായിക്കാണ്. റാണി സേതു ലക്ഷ്മിഭായിക്കാണ് വൈക്കം മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ആർക്കാണ്? പ്രത്യേകം ഓർക്കുക, റാണി സേതു ലക്ഷ്മിഭായിക്കാണ്. ആർക്കാണ്? റാണി സേതു ലക്ഷ്മിഭായിക്കാണ്. അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന റാണി സേതു ലക്ഷ്മിഭായിക്കാണ് വൈക്കം മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. അതുപോലെ തന്നെ മന്നത്ത് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം 1921. മന്നം തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം 1949. മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന സംഘടനയാണേത്? NSS. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയും ഏത് തന്നെയാണ്? NSS ആണ്. NSS രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്നാണെന്ന് ചോദിച്ചാൽ 1925.